ഇന്ന് കുംഭഭരണി വേലയാട്ടോ. അപ്പം ഞാനും അഭിഷേനും കൂടെ അമ്പലത്തിൽ പോവാ. മക്കളൊന്നും എണീറ്റില്ല. പിന്നെ നിർബന്ധിച്ച് വിളിക്കാനൊന്നും നിന്നു. എനിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക്. അമ്പലത്തിലെത്തിയപ്പോൾ നാഗങ്ങളുടെ അവിടെ ഒരു ചേച്ചി നാവൂർ പാടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ വിശേഷ ദിവസങ്ങളിലൊക്കെ ആ ചേച്ചി ഉണ്ടാവാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു ചേട്ടനുണ്ടാവും. അങ്ങനെ അമ്പലത്തിൽ പോയപ്പോൾ പറ നിറയ്ക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വീടുകളിൽ പറ വെക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നിറയ്ക്കാറുണ്ട്. ഇപ്രാവശ്യം മകരച്ചൊവ്വയ്ക്ക് ഞങ്ങൾ വീട്ടിൽ പറ വെച്ചുകൊണ്ട് പിന്നെ ഇവിടെ നിറയ്ക്കാൻ നിന്നില്ല. വഴിപാടൊക്കെ എഴുതി ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. അപ്പം അമ്പലത്തിൻ്റെ ബാക്കിൽ ഒരു അമ്മാമ്മ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ അമ്മമ്മയുടെ എല്ലാ വർഷവും വളയും മേടിക്കാറുണ്ട്. കുപ്പിവള ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇതെല്ലാ കളർ കളക്ഷൻ എൻ്റെ കയ്യിൽ ഉണ്ട്. ഇനിയിപ്പോൾ അത് ഉണ്ടെങ്കിലും വേറൊരു മോഡൽ എന്തെങ്കിലും ആ കളറിൽ തന്നെ കണ്ടാൽ ഞാൻ വീണ്ടും മേടിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. തിരുവണിക്കാവ് പൂരത്തിന് 2 സെറ്റ് കുപ്പിവള അത് നിർബന്ധമാണ്. അത് ഞാൻ മേടിക്കുന്ന കണ്ടിട്ട് ഇപ്പോൾ ആമി മേടിക്കാറുണ്ട്. ഞാൻ എൻ്റെ കോട്ട കാലത്ത് തന്നെ മേടിച്ച് തീർത്തു. എനിക്കറിയാം വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാവുന്നു. അപ്പോൾ അതേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി വർത്തമാനം പറയാൻ വന്നത്. ആൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. ആൾ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചി എനിക്ക് 2 കയ്യിൽ നിറച്ച് കുപ്പിവള ഇട്ടു. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിൽ പോകാൻ ഒരുങ്ങി കേട്ടോ. അവിടെ പൂരത്തിൻ്റെ തിരക്കൊക്കെ ആവുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇപ്പോൾ അമ്പലത്തിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ ചേച്ചി എന്ത് രസമായിട്ട് വാളിട്ട് തരുന്നല്ലേ. നമുക്ക് അറിയുന്നേ ഇല്ല അതിട്ട് തരുന്നത്. അവർക്ക് അത് ഇട്ടിട്ടുള്ള പരിചയം ഉണ്ടല്ലോ അല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ആമിക്കും അതെ നല്ല രസമായിട്ട് ആൾ ഇട്ടെന്ന്. ഒരുപാട് വെറൈറ്റി കുപ്പിവളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പൊതുവേ പ്ലെയിൻ ആയിട്ടുള്ള കുപ്പിവളകളോട് താല്പര്യം. അങ്ങനെ ദേ അവിടെ കുളത്തിലോട്ടൊക്കെ നോക്കി. അവിടെ ഇങ്ങനെ മീനൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ പോയി നോക്കി നിന്നു. അഭിച്ചേട്ടൻ പായസമൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫ്രണ്ടിൽ കൂടെ തന്നെ ഞങ്ങൾ നടന്നു വന്നു. പൂരത്തിൻ്റെ വൈബ് മിസ് ചെയ്യരുതല്ലോ. അങ്ങനെ അവിടെ നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അഭിചേട്ടൻ തിരിച്ച് നടന്ന് വീട്ടിലേക്ക് വന്നു. കണ്ടോ പൊരി പലഹാരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അധികം നേരം ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് മതി. അപ്പോൾ ഓക്കെ ബൈ.